നാളെ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ 50 സയൻസ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ക്യൂണികൾച്ചർ എന്നത് എന്താണ്? ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, മുയൽ കൃഷിയാണ്. പഠിച്ചു വെക്കണേ. ക്യൂണികൾച്ചർ എന്ന് പറയുന്നത് മുയൽ കൃഷി വളർത്തലിനെയാണ്, അതായത് മുയൽ വളർത്തലിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ. അപ്പൊ ന്യൂക്ലിയസ് അഥവാ കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടെ പറയാം. താഴെ പറയുന്നവയിൽ സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, O നെഗറ്റീവ് ആണ്. അപ്പോ സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യം, രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ആൻസർ ഗ്ലോബുലിൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? അപ്പൊ താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതെന്നാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ആന്ത്രാക്സ് ഒരു ബാക്ടീരിയ രോഗമാണ്, കറക്റ്റ് ആണ്. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്, ശരിയാണ്. പിന്നെ ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്, ശരിയാണ്. മീസിലസ് ആണ് ഇവിടെ ബാക്ടീരിയ രോഗം അല്ലാത്തത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി, മീസിലസ് ആണ് കേട്ടോ. അപ്പൊ ബാക്ടീരിയ രോഗം അല്ലാത്തത് മീസിലസ് ആണ്. മീസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം പനിയെയാണ് മീസിലസ് എന്ന് പറഞ്ഞു കേട്ടോ. മീസിലസ് അഥവാ 5ാം പനി. മീസിലസ് അഥവാ 5ാം പനി എന്ന് പറഞ്ഞാൽ അതിന്റെ രോഗകാരി എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈറസ് ആണ് കേട്ടോ. പനി ആയതുകൊണ്ട് എന്താണ്? വൈറസ് ആണ് വരുന്നത് കേട്ടോ. 5ാം പനി മീസിലസിന്റെ രോഗകാരി എന്താണ്? വൈറസ് ആണ്. അതുപോലെ തന്നെ ആന്ത്രാക്സ്, ഡിഫ്തീരിയ, ക്ഷയം എന്നിവ ബാക്ടീരിയ ആണ് കേട്ടോ. ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കണരോഗമാണ് കേട്ടോ. അഥവാ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണരോഗം അഥവാ റിക്കറ്റ്സ് അഥവാ കണയാണ് ഉണ്ടാകുന്നത്, അതായത് കുറവ് മൂലം. അടുത്ത ചോദ്യം, ഭൂഗുരുത്വാകർഷണ ത്വരണം G ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഭൂഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ളത് ഏത് പ്രദേശത്താണെന്നാണ് ചോദിക്കുന്നത്. ഏത് പ്രദേശത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ധ്രുവ പ്രദേശങ്ങളിലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഭൂഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ചലിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഹർഷണബലം ഏതാണ്? ചലിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്വാനബലമാണ് കേട്ടോ. വിസ്കോസിറ്റി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വിസ്കോസിറ്റി. അപ്പൊ പഠിച്ചു വെക്കണം. ചലിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഹർഷണബലം ഏതാണ്? ശ്വാനബലം അഥവാ വിസ്കോസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, വേഗതയാണ് മാറ്റമില്ലാതെ തുടരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചത് ആരാണ്? മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ഹെൻറി മോസ്ലി ആണ് കേട്ടോ. അതായത് മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ കേട്ടോ. അപ്പൊ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി മോസ്ലി ആണ് കേട്ടോ. അപ്പൊ മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അടുത്ത ചോദ്യം, അക്വേറിയത്തിലെ വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് ഉയരുമ്പോൾ
കൂടുന്നത് ഏത് നിയമം കൊണ്ട് വിശദീകരിക്കാം? അതായത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അക്വേറിയത്തിലെ വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് ഉയരുമ്പോൾ കൂടുന്നത് ഏത് നിയമം കൊണ്ട് വിശദീകരിക്കാനാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, ബോയിൽ നിയമത്തിന്റെ എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ. അപ്പൊ അക്വേറിയത്തില് വായു കുമിളകള് മുകളിലോട്ട് പോകുന്നതോറും എന്താണ് വലിപ്പം കൂടിയാണ് വരുന്നത്. അപ്പൊ അതിന് കാരണം എന്താണ്? ബോയിൽ നിയമമാണ് കേട്ടോ, ബോയിൽ നിയമം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നിർവീര്യ ജലത്തിൽ അല്പം ആസിഡ് ചേർത്താൽ pH എന്താകും? ക്വസ്റ്റ്യൻ എന്ന് പറയാം. നിർവീര്യ ജലത്തിൽ അല്പം ആസിഡ് ചേർത്താൽ pH എന്താകും എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. pH 7 താഴെ ആകും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലന തത്വം അനുസരിച്ചാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കോശ കേന്ദ്രമാണ് കേട്ടോ. അപ്പൊ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശ കേന്ദ്രമാണ്. സസ്യകോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? സസ്യകോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. അപ്പൊ സസ്യകോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. അടുത്ത ചോദ്യം. രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഏതാണ്? രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഏതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കരളാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ഈ ഒരു ബാച്ചിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സിന്റെയും ക്ലാസ്സുകളുടെയും PDF നോട്ട്സുകൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം മറ്റേത് സബ്ജക്റ്റുകളും നമുക്ക് സിലബസ് നോക്കി പഠിക്കാൻ സാധിക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് വൈഡായിട്ട് കിടക്കുവാണ്. അപ്പോൾ അത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞു പോയെങ്കിൽ മാത്രമേ അതിൽ മാർക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാണ്. ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടുകളും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. നമുക്കറിയാം ഇനി വരുന്ന 10th മെയിൻസ് പരീക്ഷകളായിട്ടുള്ള ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, LPUP പരീക്ഷകൾ, പിന്നെ ഏതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ഒരു ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന 2027 നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും നമ്മുടെ ഈ ക്ലാസ്സിലെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അതപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സസ്യഭാഗങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ്? സസ്യഭാഗങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് ആണ്. അടുത്ത ചോദ്യം. വൈദ്യുതിയുടെ SI യൂണിറ്റ് ഏതാണ്? വൈദ്യുതിയുടെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആംപിയർ ആണ് കേട്ടോ. വൈദ്യുതിയുടെ SI യൂണിറ്റ് ഏതാണ്? ആംപിയർ. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്, ചന്ദ്രനാണ് ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്?
മനുഷ്യന്റെ ഹൃദയത്തിന് കേട്ടോ, മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 4 അറകളാണ് ഉള്ളത് കേട്ടോ. വെള്ളത്തിന്റെ രാസസൂത്രവാക്യം ഏതാണ്? വെള്ളത്തിന്റെ രാസസൂത്രവാക്യം എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി H2O ആണ് വെള്ളത്തിന്റെ രാസസൂത്രവാക്യം. അടുത്ത ചോദ്യം, ശബ്ദത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെസിബൽ ആണ് കേട്ടോ. അപ്പൊ ശബ്ദത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. അടുത്ത പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ചർമ്മമാണ്. ചർമ്മം അഥവാ ത്വക്കാണ് കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ ചർമ്മം എന്നും തരാം, അതുപോലെ തന്നെ ത്വക്ക് എന്നും തരാം കേട്ടോ. അപ്പൊ ചർമ്മം അഥവാ ത്വക്കാണ്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ പഠിച്ചു നോക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ചർമ്മം അഥവാ ത്വക്കാണ്. അടുത്ത ചോദ്യം, പ്രകാശത്തിന്റെ വേഗം ശൂന്യതയിൽ ഏകദേശം എത്രയാണ്? അപ്പൊ പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ ഏകദേശം എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. എത്രയാണ്? ആൻസർ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ ഏകദേശം എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്. അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫീമർ ആണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ ആണ്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശ ഘടകം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശ ഘടകം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ് കേട്ടോ. ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകളാണ് കേട്ടോ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ആൻസർ നൈട്രജൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി നൈട്രജൻ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓപ്ഷൻ സി നൈട്രജൻ ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ അമ്ലം എന്ന് പറഞ്ഞാൽ ഏതാണ്? താഴെ പറയുന്നവയിൽ അമ്ലം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അമ്ലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സസ്യങ്ങളിൽ ജലവും ധാതു ലവണങ്ങളും വഹിക്കുന്ന കല ഏതാണ്? സസ്യങ്ങളിൽ ജലവും ധാതു ലവണങ്ങളും വഹിക്കുന്ന കല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സൈലമാണ് കേട്ടോ. സൈലം. അപ്പൊ സസ്യങ്ങളിൽ ജലവും ധാതു ലവണങ്ങളും വഹിക്കുന്ന കല ഏതാണ്? സൈലമാണ്. വൈദ്യുത പ്രതിരോധത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? വൈദ്യുത പ്രതിരോധത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓം ആണ് കേട്ടോ, ഓം. അപ്പൊ വൈദ്യുത പ്രതിരോധത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ഓം ആണ്. അടുത്ത ചോദ്യം, ഗ്രഹങ്ങളിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഗ്രഹങ്ങളിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചൊവ്വയാണ് കേട്ടോ. അപ്പൊ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. അടുത്ത ചോദ്യം, DNA-യുടെ പൂർണ്ണ രൂപം എന്താണ്? DNA കേട്ടോ. DNA-യുടെ പൂർണ്ണ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഡിയോക്സി റിബോ ന്യൂക്ലിക് ആസിഡ് ആണ് കേട്ടോ. ഡിയോക്സി റിബോ ന്യൂക്ലിക് ആസിഡിനെയാണ് DNA എന്ന് പറയുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരളാണ് കേട്ടോ, കരൾ. താഴെ പറയുന്നവയിൽ വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണ്? അതായത് വൈദ്യുതി ഏറ്റവും കൂടുതൽ കടന്നു പോകാൻ സാധിക്കുന്നത് വൈദ്യുതിയിൽ താഴെ പറയുന്നതിൽ വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. റബ്ബറാണോ, പ്ലാസ്റ്റിക് ആണോ, ചെമ്പാണോ, മരമാണോ? ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ചെമ്പാണ് കേട്ടോ. ഈ തന്നിരിക്കുന്നവയിൽ ചെമ്പാണ്. ശബ്ദം സഞ്ചരിക്കാത്ത മാധ്യമം ഏതാണ്? ശബ്ദം സഞ്ചരിക്കാത്ത മാധ്യമം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ശൂന്യതയാണ്. ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. ശബ്ദം സഞ്ചരിക്കാൻ മാധ്യമം വേണം, അറിയാലോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കരളാണ് കേട്ടോ. ക്ലോറോഫില്ലിലുള്ള പ്രധാന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിലുള്ള പ്രധാന ലോഹം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി മഗ്നീഷ്യമാണ് കേട്ടോ. ക്ലോറോഫില്ലിലുള്ള പ്രധാന ലോഹം മഗ്നീഷ്യമാണ്. അടുത്ത ചോദ്യം, വേഗം അഥവാ സ്പീഡിന്റെ SI യൂണിറ്റ് ഏതാണ്? വേഗത്തിന്റെ അഥവാ സ്പീഡിന്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ബുധനാണ് കേട്ടോ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. മനുഷ്യ രക്തത്തിന്റെ സാധാരണ pH മൂല്യം ഏകദേശം എത്രയാണ്? മനുഷ്യ രക്തത്തിന്റെ സാധാരണ pH മൂല്യം ഏകദേശം എത്രയാണ്? അതായത് മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 7.4 ആണ് കേട്ടോ. pH മൂല്യം 7.4 ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ് കേട്ടോ. പ്രകാശത്തിന്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പ്രസ്താവിച്ചത് ആരാണ്? പ്രകാശത്തിന്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പ്രസ്താവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്നെല്ലാണ് കേട്ടോ. സ്നെൽസ് ലോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്നെല്ലാണ്. വൈദ്യുത ശക്തിയുടെ ഇലക്ട്രിക് പവറിന്റെ കേട്ടോ വൈദ്യുത ശക്തിയുടെ SI യൂണിറ്റ് ഏതാണ്? വൈദ്യുത ശക്തിയുടെ SI യൂണിറ്റ് വാട്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി വാട്ടാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഇൻസുലിൻ. അടുത്ത ചോദ്യം, ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി ചന്ദ്രനാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അയോട്ടയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ട. വായുവിലെ ഓക്സിജന്റെ ഏകദേശ ശതമാനം എത്രയാണ്? അതായത് അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 21% ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ ഉള്ളത് കേട്ടോ. അവസാന ചോദ്യം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ജഡത്വ നിയമം എന്നാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ മറ്റൊരു പേരാണ് ജഡത്വ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണ്, റിവിഷൻ ചെയ്തിട്ടിരിക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നമ്മുടെ ചാനലിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ് ചെയ്താലേ മറ്റുള്ള കൂട്ടുകാർക്കൂടെ എത്തത്തുള്ളൂ. നമുക്ക് ചെയ്യുന്നൊരു സപ്പോർട്ട് കൂടിയായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബാക്കി ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അപ്പം ക്ലാസ് അവസാനം വരക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.